ചപ്പാത്ത് പൊരുകണ്ണി നിവാസികൾക്ക് പാലം നിർമ്മിക്കാൻ നടപടി തുടങ്ങി. പാലത്തിന് എസ്റ്റിമേറ്റ് എടുക്കുന്നതിന് സൗകര്യങ്ങൾ കാണുന്നതിനുമായി പീരുമേട് എംഎൽഎയും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തി. പാലം നിർമ്മിക്കാൻ സർക്കാർ ബജറ്റിൽ 2 കോടി രൂപ വകയിരുത്തിയിരുന്നു. അടിയന്തരമായി മണ്ണ് പരിശോധനയ്ക്ക് നടപടി സ്വീകരിക്കുമെന്നും തുടർന്ന് എസ്റ്റിമേറ്റ് എടുത്ത് ആവശ്യത്തിന് ഫണ്ട് അനുവദിക്കുമെന്നും സിറിയക് തോമസ് എംഎൽഎ പറഞ്ഞു. ഉപ്പുതറ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് ഒരു നടപ്പാലം മുമ്പ് ഉണ്ടായിരുന്നു. ഫ്രാൻസിസ് ജോർജ് MP ആയിരുന്ന കാലത്താണ് നടപ്പാലം നിർമ്മിച്ചത്. നടപ്പാലം 2018 പ്രളയത്തിൽ ഒലിച്ചുപോയിരുന്നു. പിന്നീട് പൊരുകണ്ണി നിവാസികൾ ചെങ്ങാടത്തിൽ ജീവൻ പണയം വെച്ചാണ് പെരിയാർ മുറിച്ചു കടന്നിരുന്നത്. പെരിയാറിന് കുറുകെ ഒരു പാലത്തിനായി മുട്ടാത്ത വാതിലുകളില്ല. 2015 ശേഷം നടന്ന ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും പാലം പണിയുമെന്ന് വാഗ്ദാനം നൽകി മുന്നണികൾ ജനങ്ങളെ വഞ്ചിച്ചു. 2020 തെരഞ്ഞെടുപ്പ് കാലത്ത് പാലത്തിന് 9 കോടി രൂപ അനുവദിച്ചതായി ഫ്ലക്സ് ബോർഡ് ഉയർന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഫ്ലക്സ് ബോർഡും അപ്രത്യക്ഷമായി. പാലം ഒഴുകിപ്പോയ വർഷം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന സിറിയക് തോമസ് കഴിഞ്ഞ തവണയും ഈ തവണയും ജയിച്ചാൽ പാലം നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. കഴിഞ്ഞ തവണ സിറിയക് തോമസിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. വിജയിച്ചത് അന്തരിച്ച വാഴൂർ സോമനായിരുന്നു. ഇദ്ദേഹം പാലത്തിന് പകരം ഡാം നിർമ്മിക്കാനാണ് ശ്രമിച്ചത്. പാലവും ഉണ്ടായില്ല, ഡാമും ഉണ്ടായില്ല. ഇത്തവണ സിറിയക് തോമസ് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ആദ്യ ബജറ്റിൽ തന്നെ പ്രാഥമികമായി 2 കോടി രൂപ അനുവദിച്ചു. പൊരുകണ്ണിക്കാർക്ക് അഡ്വക്കേറ്റ് സിറിയക് തോമസ് MLA നൽകിയ വാക്ക് ഇതോടെ പാലിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് പാലം നിർമ്മിക്കാൻ സ്ഥല പരിശോധന നടത്തിയത്. വളരെ അന്ന് മുതൽ 2018 മുതൽ ആളുകൾ ഇവിടെ ചങ്ങാടം കിട്ടിയാണ് ഈ പെരിയാർ കുറുകെ കടന്നുപോയിരുന്നത്. കൊച്ചുകുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോഴേ വളരെയധികം ഭീതിയോടുകൂടിയാണ് ഇവിടെ ഈ പെരിയാർ കുറുകെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതിനൊരു പരിഹാരം ഉണ്ടാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ ഇപ്രാവശ്യം തിരഞ്ഞെടുത്തതിന് ശേഷം ഞാനിവിടെ വരികയും ഇവിടുത്തെ ആളുകളോട് ചെയ്ത വാഗ്ദാനം പാലിക്കുന്നതിൻ്റെ ആദ്യ തുടക്കമെന്ന നിലയിൽ ഇവിടെ പാലം പണിയുന്നതിനാവശ്യമായ ഒരു അന്വേഷണം നടത്താനാണ് ഇവിടെ വന്നേക്കുന്നത്. നമ്മൾ PWD ബ്രിഡ്ജ് വിഭാഗത്തിലെ AXC അതുപോലെ തന്നെ ഓവർസിയറുമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവർ ആവശ്യമായ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. നമുക്ക് അവർ നടത്തിയ പരിശോധനകൾ ഇനിയിപ്പോൾ എസ്റ്റിമേറ്റ് എടുത്തില്ല. ഇപ്പം സോയിൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തി അതിൻ്റെ റിപ്പോർട്ടൊക്കെ കൊടുത്ത് അതിൻ്റെ ഡിസൈനൊക്കെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫണ്ട് ആകത്തുള്ളൂ. സിറിയക് തോമസ് MLAയോടൊപ്പം പൊതുമരാമത്ത് ബ്രിഡ്ജ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സൂസൻ സാറ സാമുവേൽ, ഓവർസിയർ ലോവിസ് ജോർജ്, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോർജ് ജോസഫ്, ഉപ്പുതറ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഉപ്പുതറ അയ്യപ്പൻകോവിൽ മണ്ഡലം പ്രസിഡന്റുമാർ, മറ്റു നേതാക്കൾ എന്നിവരും ഉണ്ടായിരുന്നു. സ്ഥലപരിശോധനയ്ക്ക് ശേഷം ഇനി മണ്ണ് പരിശോധനയാണ് നടക്കേണ്ടത്. മണ്ണ് പരിശോധന കഴിഞ്ഞ് പാലത്തിന്റെ രൂപരേഖ തയ്യാറാക്കി എസ്റ്റിമേറ്റ് എടുത്ത് സർക്കാരിൽ സമർപ്പിക്കും. തുടർന്ന് ആവശ്യത്തിന് ഫണ്ട് അനുവദിച്ച് കരാർ നൽകി പാലം സമയബന്ധിതമായി നിർമ്മിക്കുമെന്ന് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ് പറഞ്ഞു. വാഗ്ദാനം പാലിക്കാൻ MLA നടപടി ആരംഭിച്ചതോടെ പൊരുകണ്ണി നിവാസികൾക്ക് പാലം ഉണ്ടാകുമെന്ന പ്രതീക്ഷയും കൈവന്നിരിക്കുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.